അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാലും തീരുമാനിച്ചാലും നിങ്ങൾ കേൾക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചൊരു വിഭാഗമാണ് സ്വഹാബ. സ്വഹാബത്തിനെ നമ്മൾ അനുസരിക്കണം, അവരെ എതിർക്കാൻ പാടില്ല, അവരെ തീരുമാനങ്ങൾ അംഗീകരിച്ച് നിയമങ്ങളായി മുന്നോട്ട് പോകണം. അവരല്ലേ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ചത്. ആ അനുസരണവും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന ഭാഗമാണ്. ശേഷമുള്ള ഇമാമികളെ അനുസരിക്കുന്നതും തബഉ താബിഉകളെ അനുസരിക്കുന്നതും ഉസ്താദുമാരെ അനുസരിക്കുന്നതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കാൻ പറഞ്ഞ അനുസരണത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അവര് മഹാന്മാരോടൊപ്പം ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കണോ? അനുസരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരെ മുഴുവനും നമ്മൾ അനുസരിക്കണം. ഒരാളോടും അനുസരണം കുറച്ചുകൂടാ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ അനുസരിക്കുന്ന അടിമയാണോ, ആ അടിമക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനമുണ്ട്. എല്ലാവരും ആ അടിമയെ അനുസരിക്കും. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? എത്ര വലിയ മഹാനുഭാവനാണ്. ആ മഹാനുഭാവന്റെ അടുത്ത് വന്നിട്ടൊരു ബാപ്പ പറഞ്ഞു, ഉസ്താദേ, എന്റെ പെണ്ണിന് തീരെ സുഖമില്ല, എന്റെ മകൾക്ക് മാനസിക രോഗം, അപസ്മാര രോഗം, പൈശാചിക രോഗം പിടിപെട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ എന്റെ മകളെ ഭദ്രമാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് കാണുന്നവർ ആക്രമിക്കുകയാണ്. ചിലപ്പോഴൊക്കെ സ്വന്തം ശരീരത്തിലെ വസ്ത്രങ്ങൾ തന്നെ കീറിപ്പറിച്ച് കളയുകയാണ്. പെൺകുട്ടിയാണ് ഉസ്താദേ, പുറത്തിറക്കാൻ കഴിയുന്നില്ല, വലിയ പ്രയാസമാണ്. അതേ പിശാചി രോഗം ബാധിച്ചതുപോലെ എന്തൊക്കെയോ ഭ്രാന്തിന്റെ കളി കളിക്കുന്നുണ്ട്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ എന്റെ ശിഷ്യനെ പറഞ്ഞു വിടാം. ശിഷ്യന്റെ കയ്യിൽ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് മെതിയടിയാണ്, ചെരുപ്പാണ് കൊടുക്കുന്നത്. ഈ ചെരുപ്പമായിട്ട് നീ പോകണം. ആ പെണ്ണിന്റെ നേർക്ക് ഈ ചെരുപ്പ് ഉയർത്തിപ്പിടിച്ച് ആ പെണ്ണിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈത്താനോട് ഇറങ്ങിപ്പോകാൻ പറയണം. ഞാനാണ് പറഞ്ഞത്, നീ അങ്ങ് പറഞ്ഞാൽ മതി. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു നേരെ പോയിട്ടില്ല, ശിഷ്യനെ പറഞ്ഞു വിട്ടു. ചെരുപ്പുമായിട്ട് അതാ ശിഷ്യൻ പോകുന്നു. അടച്ച് ഭദ്രമാക്കി പൂട്ടിയിരിക്കുന്ന റൂമിന്റെ ഉള്ളിലേക്ക് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യൻ കയറുന്നു. കൂടെ ബാപ്പയുണ്ട്, പെണ്ണിന്റെ ബാപ്പ. ആ പെണ്ണിന്റെ നേർക്ക് ചെരുപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിഷ്യൻ പറഞ്ഞു, ഇതാരുടെ ചെരുപ്പാണെന്ന് നിനക്കറിയില്ലേ? ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മെതിയടിയാണ്. ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നിന്നെ അടിക്കാനാ പറഞ്ഞത്. ഈ പെണ്ണിനെ ശല്യം ചെയ്യാതെ ഇറങ്ങിപ്പോകണം. അങ്ങനെ ഇറക്കണ്ടോ? അങ്ങനെ ഇറക്കലുണ്ട്, ശൈത്താൻ ഇറക്കലുണ്ട്. ഒരു പുതിയ സംഗതിയൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തന്നെയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുസ്നദിൽ കാണാം, സഹാബത്തിന്റെ കൂടെ തങ്ങൾ പോകുമ്പോ വഴിയോരത്തൊരു പെണ്ണ്, ഒരു കുട്ടിയെയും പിടിച്ചൊരു പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഈ കുട്ടിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, ചിലപ്പോഴൊക്കെ കാണുമ്പോ തന്നെ പേടിയായി പോകുന്നുണ്ട്, ചെറിയൊരു കുട്ടിയെയും പിടിച്ചിട്ട്. അപ്പൊ ആ കുട്ടിന്റെ നേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഖുറുജ് അദുവല്ലാഹ് വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ശത്രുവായ ശൈത്താനെ ഇറങ്ങിപ്പോണം. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പൂച്ചയുടെ വലുപ്പത്തിലുള്ള ഒരു സാധനം താഴോട്ടങ്ങ് ചാടി പോയി. തങ്ങളാ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതേ സ്ഥലത്ത് ആ പെണ്ണ് നിൽക്കുന്നുണ്ട്. ഒരാടിനെയും ഒരു കുപ്പി പാലും പിടിച്ച ആ പെണ്ണങ്ങനെ നിൽക്കുന്നുണ്ട്. എന്റെ കുട്ടിന്റെ അസുഖമൊക്കെ മാറി നബിയെ, സന്തോഷത്തിന് ഒരാടും ഒരു കുപ്പി പാലും തരാൻ വേണ്ടി നിൽക്കാണ്. തങ്ങൾ ഒറ്റ വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്ക് എന്റെ കുട്ടിന്റെ രോഗം മാറിപ്പോയി. അതിന് സന്തോഷത്തിന് ഒരു കുപ്പി പാലും ഒരാടും കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, ആടിനെ നിങ്ങൾ അങ്ങ് തെളിച്ചോ, ആ പാല് പെണ്ണിന് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. ആടിനെ തങ്ങൾ ഹദിയയായി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇതേ മാതൃകയിൽ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ശൈത്താൻ അടിക്കാൻ വേണ്ടി ചെരുപ്പ് കൊടുത്തയച്ചു ശിഷ്യന്റെ കയ്യില്. ശൈത്താൻ ആ പെണ്ണിന്റെ ശരീരത്തിലൂടെ സംവദിച്ചു. സംസാരിച്ചുകൊണ്ട് ശൈത്താൻ പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കോളാം, എന്നെ അടിക്കേണ്ടതില്ല. ആ പെണ്ണൊരു ഭാഗത്ത് തളർന്നു വീഴുന്നു. പിന്നെ യാതൊരു രോഗത്തിന്റെ ലക്ഷണവുമില്ല. സ്വസ്ഥമായി സ്വച്ഛന്തമായി ആ പെൺകുട്ടി ജീവിക്കുന്നു.
ഒരു തകരാറുമോ ഒരു ശല്യമോ ഒരാൾക്കും ഇല്ല. സുബ്ഹാനല്ലാഹ്. 2-3 വർഷം കഴിഞ്ഞപ്പോ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി തങ്ങൾ വഫാത്തായി. ചെറിയ രൂപത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച മഹാനല്ല കേട്ടോ, വലിയ രൂപത്തിൽ തന്നെ അനുസരിച്ച മഹാനാണ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു. എത്രമാത്രം അല്ലാഹുവിനെ അനുസരിച്ചു എന്നറിയോ? അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് മുഴുവനും സ്നേഹം കാണിച്ചുകൊണ്ട് ജീവിച്ച മഹാനല്ലേ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു. ഒരു ചെറിയ പൂച്ചക്കുട്ടി മഹാനവറുകൾ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുമ്പോ വസ്ത്രത്തിന്റെ കഫിന്റെ ഭാഗത്ത് വന്ന് കുപ്പായ കൈയിന്റെ ഭാഗത്ത് വന്നൊരു പൂച്ചക്കുട്ടി ഉറങ്ങിയപ്പോ ആ പൂച്ചക്കുട്ടിയുടെ ഉറക്കം ശല്യം ചെയ്തുകൂടാന്ന് മനസ്സിലാക്കിയിട്ട് കുപ്പായത്തിന്റെ കൈ ഒരു കത്രിക എടുത്തിട്ട് മുറിച്ചു മാറ്റിയിട്ട് അതവിടെ വെച്ചു. മഹാനവറുകൾ ജമാഅത്തിന് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ പൂച്ചക്കുട്ടി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. കുപ്പായത്തിന്റെ കൈ അവിടെ തന്നെ മഹാനവറുകൾ ഭദ്രമായി തുന്നിപ്പിടിപ്പിച്ചു. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ സ്നേഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച മഹാനാണ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ. ചെരുപ്പ് ഉയർത്തിപ്പിടിച്ചപ്പോഴേക്ക് ഇറങ്ങിപ്പോയ ശൈത്താൻ മഹാനവറുകളെ വഫാത്തിന് ശേഷം വീണ്ടും ആ പെണ്ണിന്റെ ശരീരത്തിൽ കയറിക്കൂടിയിട്ട് ശല്യം ചെയ്തു തുടങ്ങി. പഴയ അക്രമങ്ങൾ ആവർത്തിച്ചു. ആ പെണ്ണതാ വീണ്ടും അക്രമവാസനയുമായി മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ പഴയകാലത്ത് ഉസ്താദ് പറഞ്ഞയച്ച ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പും എടുത്തിട്ട് ശിഷ്യനങ്ങോട്ട് ചെന്നപ്പോ ശൈത്താൻ പറഞ്ഞു ഇനി ഇറങ്ങിപ്പോകൂല.